നമസ്കാരം, ഫ്ലൈയിങ് ഹില്ലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് മെട്രോ സിറ്റിയിലാണ്. മെട്രോ സിറ്റി, ഈ മെട്രോ സിറ്റി എന്ന് പറയുന്നത് കൊച്ചിയും ബാംഗ്ലൂരും ഒന്നുമല്ല. അതിനെയൊക്കെ മെട്രോ സിറ്റി എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് മെട്രോ വനം എന്ന് പറയാം. ഗവി കാടുകളിലാണ് നമ്മൾ. ഗവി എൻട്രൻസ് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 15 കിലോമീറ്ററോളം അകത്തോട്ട് വന്നു. നമ്മൾ വഴിയിലൂടെ നിർത്തിയിട്ട് ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയാണ്. കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് കയറും. ഇവിടെ തൊട്ടടുത്ത് ഡാമും ഇലക്ട്രിസിറ്റി KSEBയുടെ സബ്സ്റ്റേഷനൊക്കെ ഉള്ളതുകൊണ്ട് സേഫാണ്. ഇവിടെ ഇറങ്ങി നിന്ന് കഴിക്കാം. ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരിടത്ത് നിർത്താൻ പാടില്ല, അങ്ങ് പോകണമെന്നാണ്. അപ്പോൾ ഇനി കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. തുടങ്ങാൻ പോവാണ്. കാട്ടി പോവാ ഇതാരെന്നറിയാം. എളുപ്പ് കുറവാണ്. ജോസ് ആ ഏരിയയിലുള്ളതാണോ? അപ്പോൾ നമ്മളിപ്പം പോത്ത് വാങ്ങാൻ പോകും. പോത്ത് വാങ്ങാൻ പോത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 കിലോ. അതായത് നമ്മളിവിടെ വന്നിട്ട് പുള്ളിയെടുത്ത് പലതും നമ്മൾ മലയാളത്തിൽ ചോദിച്ചു. ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. പിഞ്ചാണോ എന്ന് ചോദിച്ചു, എല്ലാം ചോദിച്ചു. മച്ചമ്പി 4 പ്രാവശ്യം പിന്നെ കിലോ എത്രയാണെന്ന് പറഞ്ഞു കൊടുത്തു. പുള്ളി ചിരിച്ചതൊന്നും എല്ലാം ഒന്നും ചെയ്തില്ല. പിന്നീട് സംഗതി പിടികിട്ടിയത് പുള്ളി ഹിന്ദിക്കാരനായിരുന്നു. आधा करके डालो। काम कीजिए, ये 2 और ऐसे मिलते हिंदी। भाई 4 मुर्गी ले ला, दोनों पैकेट में डालना। 4 मुर्गी पूरा ले ला। हम किसी से कम नहीं। 3 मुर्गी है। 3 मुर्गी ले लो। 3 കോഴി ഉള്ളത് മതി. അപ്പോൾ ഇവൻ വാങ്ങോഴി കോഴി വാങ്ങിച്ചിട്ട് തികയാത്തോണ്ട് അടുത്തടുത്ത് ഒന്നും കോഴി വാങ്ങി. മൊഴി പോയി ഒരു കോഴി. ഇന്നത്തെ ഈ പർച്ചേസിലൂടെ ഇവിടുത്തെ ചന്ത ക്ലോസ് ചെയ്യാനും കമ്പനി അരി സാധനം വാങ്ങിച്ച് കൂട്ടി ഒരു വഴിയായി തട്ടിപ്പോണത്ര കാട്ടിൽ. നിങ്ങൾക്കത് വല്ല നാട്ടിലും പോയാൽ ഇതാണ് ഗവിയുടെ എൻട്രി പോയിന്റ്, ആങ്ങാമൊഴി ചെക്ക് പോസ്റ്റ്. ഇവിടുന്നാണ് നമ്മൾ അങ്ങോട്ട് പോകേണ്ടത്. ഇനി അങ്ങോട്ട് 1 വേ ആണ്. നിബിഡമായ വനത്തിനിടയിലൂടെ നമ്മൾ പോകാൻ പോകുന്നു. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒരിടത്ത് നിർത്തി. ഇവിടെയാണ് ഈ പെൻസ്റ്റോക്ക് പൈപ്പ് പോകുന്നത്. അത് നോക്കിയാൽ കാണാൻ പറ്റും. ഇത് 1960-ലാണ് നമ്മുടെ KSEBക്ക് വേണ്ടി ഇത് സ്ഥാപിച്ചത്. ഇവിടെ ഒരു 10 വർഷത്തിന് മുമ്പാണെന്ന് തോന്നുന്നു 2 എൻജിനീയേഴ്സ് വന്നിട്ട് ഇൻസ്പെക്ഷന് വേണ്ടി വന്നത്. അവർക്ക് ഇതിൻ്റെ പ്രഷർ കൊണ്ട്
ഈ പൈപ്പ് പൊട്ടിത്തെറിച്ചിട്ട് അവർ പൈപ്പ് ബ്ലാസ്റ്റ് ആയി എന്നിട്ട് അവർ ചിതറിപ്പോയി. അപ്പോൾ അത്ര പ്രഷറാണ്. അപ്പോൾ ആലോചിച്ച് പോകണം ഇതിൻ്റെ ആ പ്രഷർ ഇതിനകത്തൂടെ എത്രയാണ് പോകുന്നതെന്ന്. ദൂരെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ചെറിയൊരു ലീക്കുണ്ട്. ആ ലീക്ക് വന്നിട്ട് അതിൻ്റെ അത്രയും പ്രഷറാണ് ആ വെളിയിലോട്ട് ലീക്കായിട്ട് തെറിക്കുന്നത്. അങ്ങനെ വരുന്ന വഴിക്ക് നമ്മളൊരു നല്ലൊരു സ്പോട്ടിലെത്തി. ഒരു വലിയൊരു അതിശയം പോലെ, അതായത് നമ്മുടെ രണ്ട് സൈഡും നല്ല സ്പോട്ടാണ്, നമ്മൾ കാണാൻ നല്ല കാഴ്ചകളാണ്. ഞാൻ നിൽക്കുന്നതിൻ്റെ ഇടത് ഭാഗമാണെങ്കിൽ ഡാമാണ്, ഡാമിൻ്റെ വ്യൂ ആണ്. ഇതിൻ്റെ വലത് ഭാഗത്ത് കാണുന്ന നല്ലൊരു പുൽമേട്, നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല പച്ച കളറിൽ ഉള്ള ഒരു പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷം. അതെ മറ്റേ ഒരു മിനിറ്റ് കേട്ടോ. അങ്ങനെ അടുത്ത സ്പോട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ഇതാ കണ്ടോ, ഇപ്പോൾ നമ്മുടെ വിനീത് വിളിച്ച വിളിയാണ് ഇപ്പോൾ എക്കോ ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും കേൾക്കാൻ പറ്റിയത്. ഇതിനൊരു കഥയുണ്ട്, വേറൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1960 കാലഘട്ടത്തിൽ നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് കണ്ട കക്കി ഡാം നിർമ്മിക്കാനായിട്ട് ഇവിടുന്നാണ് പാറ പൊട്ടിച്ചെടുത്തത്. ആ പാറ പൊട്ടിച്ചുണ്ടായ ഈ ഒരു മലയാണിത്. ഇവിടെ മിക്കവാറും ഒക്കെ രാവിലെയൊക്കെ ആൾക്കാർ ഒരുപാട് പേര് വരാറുണ്ട്. വന്നിട്ട് അവർ ഇവിടെ വന്നിട്ട് കൂവി വിളിക്കും. ആ വിളി തിരിച്ച് കിട്ടാൻ വേണ്ടി എന്ന് വിളിക്കും, തിരിച്ച് കേൾക്കും. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. കൊള്ളാം, നല്ല കേൾക്കുമായിരുന്നു. ശരി ഓക്കെ. ഓക്കെ. ഇവിടെ പത്തനംതിട്ട ഇന്ന് എൻ്റർ ആയിട്ട് നമ്മൾ ഇടുക്കിയിലാണ് പോയി എക്സിറ്റ് ആവുന്നത്. ഇതിനകത്ത് 6 ഡാമുണ്ട്. 6 ഡാം. അപ്പം നമ്മൾ 3 ഡാം കഴിഞ്ഞു. ഇനി വരുന്നത് 4ാമത്തെ ഡാമാണ്. അത് മുന്നിലോട്ട് നോക്കിയാൽ കാണാം. ഫ്രണ്ടിലോട്ട്. എൻ്റെ ലൈഫിലെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഒരു കാട്ടിൽ കൂടെ പോകുന്നത്. അതൊരു സത്യം പറഞ്ഞാൽ ഈ ട്രിപ്പ് മിസ്സായിരുന്നെങ്കിൽ ഒരു ലൈഫിൽ എനിക്ക് മിസ്സാകുന്നതിൻ്റെ ഏറ്റവും വലിയൊരു മിസ്സിങ് പോയിന്റ് ആയിരുന്നു. ഇത് ആനത്തോട് നമ്മൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു 5 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് 1 മണിക്കൂർ വേണം. കാരണം ഓരോ വളവിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരാളുണ്ട്. മിസ്റ്റർ ആന പതുക്കെ പോവുകയാണ്. ഈ വളവ് നമ്മൾ കുറച്ച് പൊതുവെ കാട്ടിനകത്ത് നമുക്കൊരു 30 കിലോമീറ്റർ സ്പീഡിനകത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. കാരണം ആനിമൽ ക്രോസിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല, കൊണ്ടുവന്ന് കയറി കൊടുക്കും. അപ്പോൾ അത് നമ്മുടെ വണ്ടി പോയി അവരെ ഇടിച്ച് അവർക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടിക്ക് നമുക്ക് പറ്റുന്നതല്ല, അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്കെതിരെ നോൺ ബെയിലബിൾ ഒഫൻസാണ്, നമുക്കെതിരെ കേസെടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് പറ്റും? ജാമ്യമില്ലാതെ അകത്ത് കിടക്കേണ്ടി വരും. അതുകൊണ്ട് എല്ലാവരും ഈ കാട്ടിൽ കൂടെ ഇങ്ങനെ ഈ റോഡിൽ സഞ്ചരിക്കുന്ന ആൾക്കാർ സ്പീഡ് വളരെ കുറച്ച് വളരെ ശ്രദ്ധാപൂർവം പോവുക. പ്രത്യേകിച്ച് ഇതുപോലുള്ള വളവുകളിൽ ആന കയറി നിൽക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അതുപോലെ വേറൊരു കാര്യം, ഇതിപ്പോൾ നവംബർ മാസമാണ്. ഈ നവംബർ ഡിസംബർ മാസത്തിലാണ് ഈ ടൈഗറിൻ്റെ മേറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ ആ ടൈമിൽ ഇത് ഭയങ്കര അഗ്രസീവായിരിക്കും. ഇതിനൊരു ടെൻഡൻസി ഉണ്ടാവും, ഒരു അറ്റാക്കിങ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. ഈ സമയം നമ്മൾ ഇതുപോലുള്ള ടൈഗർ റിസർവുകളിൽ സഞ്ചരിക്കുമ്പോൾ വളരെ വളരെ ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട്. അതുപോലെ ഈ നമ്മുടെ കാറ് അല്ലെങ്കിൽ ഏത് വാഹനമായാലും അത് വിട്ട് പുറത്തോട്ടിറങ്ങി ചുമ്മാ നിന്ന് കാഴ്ചകൾ കാണാനൊന്നും പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ അപകടമാണ്.
അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി സ്പീഡ് കുറച്ച് മൂവ് ചെയ്യുക. ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ യാത്രയുടെ രണ്ടാമത്തെ ദിവസം നമ്മൾ ഇന്നലെ ഇവിടുത്തെ നമ്മൾ തങ്ങിയതിൻ്റെ ആ ഒരു വീഡിയോസൊക്കെ കണ്ടല്ലോ. അപ്പോൾ അവിടെ വന്നു നമ്മൾ രാത്രി ഒരു ഫുഡ് കഴിച്ചു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ കിടന്നുറങ്ങി, നേരത്തെ ഉറങ്ങി. ഇന്ന് രാവിലത്തെ കാഴ്ചയാണ് കാഴ്ച. അത്രയും കോടയും കയറി നമുക്ക് തൊട്ടടുത്തടുത്ത് നിൽക്കുന്ന ആൾക്കാരെ വരെ കാണാത്ത അവസ്ഥയിൽ ഭയങ്കര കോടയായിരുന്നു. നല്ല രസമായിരുന്നു, എൻജോയ് ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രിവാൻഡ്രത്തു നിന്നൊരു 100-200 കിലോമീറ്ററിനകത്ത് ഇങ്ങനെ ഒരു ക്ലൈമറ്റ് കിട്ടിയത് ഭയങ്കര ഒരു അതിശയമാണ്. അത് വല്ലാത്തൊരു അനുഭൂതിയാണ്. അതുപോലെ രാവിലെ നമ്മൾ ഡ്രൈവ് പോയപ്പോൾ ഒരു 5 ആന, 1ഉം 2ഉം അല്ല 5 ആന ആ ഒരു കുന്നിൻ്റെ പുറത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വേറൊരു ഡെസ്റ്റിനേഷൻ പിടിക്കുകയാണ്. അത് ഇവിടെ തന്നെ ഗവിയിൽ തന്നെ. എന്നാൽ ഇവിടുന്ന് ഒരു 10-20 കിലോമീറ്റർ അകലെയായിട്ടൊരു വേറൊരു ഡെസ്റ്റിനേഷൻ. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കൊളയട്ട ശല്യമുണ്ട്. നമ്മൾ അത് സൂക്ഷിച്ചോണം. കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ലീഷിൻ്റെ സോക്സ് ഉണ്ട്, അത് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലത്. അതിലേക്ക് കൊളയട്ട കടിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ചിലർക്ക് ഇത് അലർജി വരും. അപ്പോൾ ആരും വളർത്താതെ തന്നെ ഇവിടെ തേനീച്ചയുടെ ഒരു നാച്ചുറൽ കൃഷി നടക്കുന്നുണ്ട്. അത് ആ മരത്തിൻ്റെ പുത്തിൽ നോക്കി അതിനകത്ത് തേനീച്ച കയറിയിട്ട് ഇവർ ഒരു കല്ലെടുത്ത് അതിനെ അടച്ചു വെച്ചേക്കുന്നു. അതിനകത്ത് അങ്ങനെ അറിയാൻ പറ്റും. ഒരുപാട് മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ കൊട്ട് ഉറപ്പാണ്. അത് ക്യാമറാമാനും അതിസാഹസ്യമായി ഷൂട്ട് ചെയ്തതാണ്. ജുറാസിക് പാർക്കിൻ്റെ 5ാമത്തെ ഭാഗം, 5ആണെന്ന് തോന്നുന്നു, 5ാമത്തെ ഭാഗം ഷൂട്ട് ചെയ്യാൻ 5-6 ഷൂട്ട് ചെയ്യാനായിട്ട് ഈ ക്യാമറാമാനെ വിളിച്ചിട്ടുണ്ട്, സ്റ്റീഫൻ സ്പീൽബർഗ്. അദ്ദേഹത്തിന് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് പോകില്ലാന്ന് അറിയിച്ചേക്കുകയാണ്. അപ്പോൾ ഊണ് കഴിച്ചു. നമ്മളിത് ഇവിടുന്ന് ഇറങ്ങുകയാണ്. നേരെ അടുത്ത ഡെസ്റ്റിനേഷൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നല്ലൊരു അടിപൊളി ഡെസ്റ്റിനേഷനാണ്. ഒന്ന് പോയി നോക്കാം അവിടെ എന്താണെന്ന്. ഇവിടുത്തെ അത്ര സൗകര്യം അവിടെ ഇല്ലെന്നാണ് പറയുന്നത്. സോളാറൊക്കെയാണ്. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല ആംബിയൻസ് ആണെങ്കിൽ നമുക്ക് ഒരു ദിവസം തങ്ങിയിട്ട് നാളെ തിരിച്ചു പോകാം. ഓക്കെ, ഇനിയിപ്പോൾ അവിടുത്തെ കാഴ്ച കാണിച്ചു തരാം. ഇതാണല്ലേ ആ കുട്ട. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി. ഈ സ്ഥലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ ആ കാണുന്നത് ഇവിടെ ഫുള്ള് ഫോഗാണ്. കാണാൻ പറ്റുന്നത് അതാണ് സന്നിധാനം, നമ്മുടെ ശബരിമല സന്നിധാനം. നമ്മൾ ഇവിടെ വന്നു. നമുക്ക് നല്ലൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും കാണാത്ത കാഴ്ചകൾ. അത് കാണുന്നതെല്ലാം പോത്തിൻ്റെ കൂട്ടമാണ്. അത് പോത്താ മ്ലാവാ? അപ്പം നമ്മുടെ കാഴ്ചകളൊക്കെ കണ്ടല്ലോ. നമ്മളിന്ന് പുറത്തോട്ട് താഴോട്ട് പോവുകയാണ്. നമ്മുടെ നാട്ടിൽ സ്വപ്നതുല്യമായ ദൃശ്യങ്ങളായിരുന്നു കണ്ണുകൾ മറഞ്ഞു പോയത്. കാട്ടുപോത്തത് ഈ ഏരിയയിലെല്ലാം നമ്മളവിടെ ആ കസേരയിൽ ഇരുന്നുകൊണ്ട് തൊട്ടടുത്തടുത്ത് കാട്ടുപോത്തൽ കണ്ടു. പറയാനൊന്നുമില്ല, പോത്ത് വിചാരിക്കുന്നു കടുവേരെ മുമ്പിൽ പെട്ടല്ലോ ഈശ്വര. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ തിരിച്ചു പോകുന്നത് വന്ന അതേ റൂട്ടാണ്. അപ്പോൾ അതൊന്നും ഷൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ
നല്ല പുതിയൊരു കണ്ടൻറ്റുമായിട്ട് പുതിയൊരു യാത്രയുമായിട്ട് പുതിയൊരു സ്ഥലത്തേക്ക് പോവാം. ഓക്കെ ബൈ.